നമ്മുടെ നാട്ടിൽ സ്വന്തമായി ഒരു സംരംഭം തുടങ്ങാൻ ആഗ്രഹമുള്ളവർക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന 5 പ്രധാന പദ്ധതികളെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. പണമില്ലാത്തത് കൊണ്ട് മാത്രം ആരുടെയും സ്വപ്നങ്ങൾ മുടങ്ങിപ്പോകരുത് എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. ഓരോ പദ്ധതിയും ആർക്കൊക്കെ ഗുണകരമാകുമെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേത് പ്രധാനമന്ത്രി മുദ്രാ യോജനയാണ്. ഈ പേര് നിങ്ങൾ പലതവണ കേട്ടിട്ടുണ്ടാകും. ചെറിയ കടകൾ തുടങ്ങാനോ ഉള്ള കച്ചവടം വലുതാക്കാനോ ആഗ്രഹിക്കുന്നവർക്ക് ഈ പദ്ധതി വഴി വായ്പ ലഭിക്കും. ഇതിൽ 3 തരത്തിലുള്ള വായ്പകളുണ്ട്. ശിശു, കിഷോർ, തരുൺ എന്നിങ്ങനെയാണ് അവയുടെ പേരുകൾ. 50,000 രൂപ മുതൽ 10 ലക്ഷം രൂപ വരെ ഈ പദ്ധതിയിലൂടെ ഈടില്ലാതെ ലഭിക്കാൻ സാധ്യതയുണ്ട്. വലിയ വ്യവസായങ്ങൾക്കല്ല, മറിച്ച് തയ്യൽ കട, പലചരക്ക് കട അല്ലെങ്കിൽ ചെറിയ വർക്ക്ഷോപ്പുകൾ എന്നിവ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് വലിയ ഉപകാരമാണ്. ഇതിനെക്കുറിച്ച് കൃത്യമായി പഠനം നടത്തിയതിനു ശേഷം മാത്രം അപേക്ഷിക്കുക. രണ്ടാമത്തെ പദ്ധതി സ്റ്റാൻഡപ്പ് ഇന്ത്യയാണ്. ഇത് പ്രധാനമായും ലക്ഷ്യമിടുന്നത് സമൂഹത്തിലെ സ്ത്രീകളെയും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരെയുമാണ്. പുതിയതായി ഒരു ബിസിനസ് തുടങ്ങാൻ 10 ലക്ഷം മുതൽ 1 കോടി രൂപ വരെ വായ്പ ഇതിലൂടെ ലഭിക്കും. കൃഷി ഒഴികെയുള്ള മറ്റു ഉൽപാദന മേഖലകളിലോ സേവന മേഖലകളിലോ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ പദ്ധതി വലിയ കൈത്താങ്ങാണ്. പങ്കാളിത്ത ബിസിനസ് ആണെങ്കിൽ അതിന്റെ 51% ഓഹരിയും സ്ത്രീക്കോ അല്ലെങ്കിൽ മേൽപ്പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ട വ്യക്തിക്കോ ആയിരിക്കണം എന്ന് മാത്രം. അടുത്ത സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീമാണ്. പേര് കേട്ട് പേടിക്കേണ്ട, ഇതൊരു സഹായമാണ്. പുതിയ ആശയങ്ങൾ കയ്യിലുള്ളവർക്ക് അത് നടപ്പിലാക്കാൻ ആവശ്യമായ പണം കണ്ടെത്താൻ വേണ്ടിയാണ് സർക്കാർ ഈ സീഡ് ഫണ്ട് ഒരുക്കിയിരിക്കുന്നത്. നിങ്ങളുടെ ആശയം ശരിയാണെന്ന് ബോധ്യപ്പെട്ടാൽ ഇൻക്യുബേഷൻ സെന്ററുകൾ വഴി 20 ലക്ഷം രൂപ വരെ ഗ്രാൻഡ് ആയിട്ടും 50 ലക്ഷം രൂപ വരെ വായ്പയും ലഭിക്കും. IT മേഖലയിലോ പുതിയ സാങ്കേതിക വിദ്യയിലോ പ്രവർത്തിക്കുന്ന യുവതലമുറയ്ക്ക് ഇത് വലിയൊരു അവസരമാണ്. നാലാമതായി PM വിശ്വകർമ്മ പദ്ധതിയെക്കുറിച്ച് പറയാം. ഇത് നമ്മുടെ പരമ്പരാഗത തൊഴിലാളികൾക്ക് വേണ്ടിയുള്ളതാണ്. തച്ചന്മാർ, കൊല്ലന്മാർ, സ്വർണ്ണപ്പണിക്കാർ, ബാബർമാർ, തയ്യൽക്കാർ എന്നിങ്ങനെ 18 വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഈ പദ്ധതിയിൽ അംഗമാകാം. 5 ദിവസത്തെ പരിശീലനം, ആ സമയത്ത് പ്രതിദിനം 500 രൂപ വീതം സ്റ്റൈപ്പൻഡ്, തൊഴിൽ ഉപകരണങ്ങൾ വാങ്ങാൻ 15,000 രൂപയുടെ വൗച്ചർ എന്നിവ ഇതിന്റെ പ്രത്യേകതയാണ്. കൂടാതെ കുറഞ്ഞ പലിശയിൽ 3 ലക്ഷം രൂപ വരെ വായ്പയും ഈ പദ്ധതി വഴി ലഭിക്കും. അഞ്ചാമത്തെ പദ്ധതി സമൃദ്ധ് സ്കീമാണ്. ഇലക്ട്രോണിക്സ് മേഖലയിലെ പുതിയ സ്റ്റാർട്ടപ്പുകൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പദ്ധതിയാണിത്. കൂടുതൽ നിക്ഷേപകരെ കണ്ടെത്താനും ബിസിനസ് വിപുലീകരിക്കാനും ഈ പദ്ധതി സഹായിക്കുന്നു. ഏകദേശം 40 ലക്ഷം രൂപ വരെ ഇതിലൂടെ ഓരോ സ്റ്റാർട്ടപ്പിനും സർക്കാർ നൽകുന്നുണ്ട്. ഈ പദ്ധതികൾക്ക് അപേക്ഷിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അപേക്ഷിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ കയ്യിൽ ആവശ്യമായ രേഖകൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. തിരിച്ചറിയൽ രേഖകൾ, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, തുടങ്ങാൻ പോകുന്ന ബിസിനസിനെ കുറിച്ചുള്ള വ്യക്തമായ പ്ലാൻ എന്നിവ നിർബന്ധമാണ്. ഒരിക്കലും ഇതിനായി ആർക്കും OTP നമ്പറുകൾ കൈമാറരുത്. കേന്ദ്ര സർക്കാരിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി മാത്രം അപേക്ഷിക്കാൻ ശ്രദ്ധിക്കുക. പലപ്പോഴും അപേക്ഷകൾ നിരസിക്കപ്പെടാൻ കാരണം രേഖകളിലെ പിശകുകളാണ്. അതുകൊണ്ട് പേരും വയസ്സും വിലാസവും എല്ലാ രേഖകളിലും ഒരേപോലെയാണെന്ന് ഉറപ്പുവരുത്തുക. ഈ പറഞ്ഞ പദ്ധതികളെല്ലാം 2026 പുതുക്കിയ മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഓരോ വർഷവും നിയമങ്ങളിൽ മാറ്റം വരാൻ സാധ്യതയുള്ളതിനാൽ അപേക്ഷിക്കുന്നതിന് മുൻപ് തൊട്ടടുത്ത അക്ഷയ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് സമയം കഴിഞ്ഞിട്ടില്ലെന്ന് ഉറപ്പുവരുത്തണം. സ്വന്തമായി അധ്വാനിച്ച് മുന്നേറാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ പദ്ധതികൾ വലിയൊരു ഊർജ്ജമാകും. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക. സംശയങ്ങൾ കമന്റായി ചോദിക്കാം.